വടക്ക് ഹിമാലയ പർവ്വതം, മറ്റ് 3 ഭാഗങ്ങളിലും സമുദ്രം, പ്രകൃതി കനിഞ്ഞരുളിയ അതിരുകളോടുകൂടി ഭൂമുഖത്ത് തിലകം ചാർത്തിയതുപോലെ പരിലസിക്കുന്ന രാഷ്ട്രമാണ് ഭാരതം. എല്ലായിടത്തും തലയുയർത്തി നിൽക്കുന്ന ക്ഷേത്രങ്ങൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. പുണ്യകേന്ദ്രങ്ങൾ തേടിയുള്ള തീർത്ഥാടനം ഇവിടുത്തെ ജനജീവിതത്തിൻ്റെ ഭാഗമാണ്. എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും പാമ്പൻ ദ്വീപിലെ മറ്റ് കാഴ്ചകളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. തമിഴ്നാടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള പാമ്പൻ ദ്വീപിലാണ് രാമേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിങ്ങനെ 3 മഹാസമുദ്രങ്ങളുടെ തീരപ്രദേശം കൂടിയാണ് ഇവിടം. ഭാരതത്തിലെ വളരെ പ്രാധാന്യമുള്ള 4 മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ് രാമേശ്വര ക്ഷേത്രം. ബദരിനാഥ്, പുരി, ദ്വാരക എന്നിവയാണ് മറ്റു ക്ഷേത്രങ്ങൾ. മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നുമാണ് ഈ പുണ്യക്ഷേത്രം. രാവണ യുദ്ധത്തിന് ശേഷം മഹർഷിമാരുടെ നിർദ്ദേശപ്രകാരം ഭഗവാൻ ശ്രീരാമചന്ദ്രനാണ് ഇവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത്. അങ്ങനെ രാമായണ കാലത്തോളം പഴമയുണ്ട് ഈ മഹാക്ഷേത്രത്തിന്. 12ാം നൂറ്റാണ്ടിൽ ലങ്കയിലെ പരാക്രമബാഹു എന്ന രാജാവാണ് ശ്രീകോവിലടക്കം മറ്റ് നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചത്. ഭാരതത്തിലെ ക്ഷേത്രങ്ങളിലെ ഇടനാഴികളിൽ വെച്ച് ഏറ്റവും വലിയ ഇടനാഴിയാണ് ഇവിടെയുള്ളത്. 1215 തൂണുകളിലായി 4000 അടി നീളമുണ്ട് ഇതിന്. 16ാം നൂറ്റാണ്ടിലാണ് ഇടനാഴിയുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. വർഷങ്ങൾ കൊണ്ട് ധാരാളം രാജാക്കന്മാർ ഇതിന് നേതൃത്വം നൽകുകയുണ്ടായി. തൃക്കോവിലിൻ്റെ ആദ്യത്തെ ഇടനാഴിയിൽ രാമനാഥസ്വാമിയുടെ ശിവലിംഗ പ്രതിഷ്ഠയാണ്. സീതാദേവി മണൽ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ പ്രതിഷ്ഠ. വടക്ക് വശത്ത് ശ്രീ വിശ്വനാഥൻ സന്നിധിയിലുള്ള വിശ്വനാഥലിംഗ പ്രതിഷ്ഠ ഹനുമാൻ സ്വാമി കൈലാസത്ത് നിന്നും കൊണ്ടുവന്നതാണെന്നും വിശ്വസിക്കുന്നു. ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട്. മഹർഷിമാരുടെ നിർദ്ദേശാനുസരണം പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തം നിശ്ചയിച്ച് ശിവലിംഗത്തിനായി ഹനുമാൻ സ്വാമിയെ കൈലാസത്തിലേക്ക് അയച്ചു. മുഹൂർത്തത്തിന് തൊട്ടുമുമ്പ് ഹനുമാന് എത്താൻ സാധിക്കാത്തതിനാൽ സീതാദേവി മണലിൽ ശിവലിംഗം നിർമ്മിച്ച് നൽകുകയും ശ്രീരാമൻ അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് ഹനുമാൻ കൈലാസത്തിൽ നിന്നും കൊണ്ടുവന്ന ശിവലിംഗം മറ്റൊരു മുഹൂർത്തത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഭക്തർ വിശ്വസിക്കുന്ന ഈ കഥ. ചുണ്ണാമ്പിൽ മറ്റ് ഘടകങ്ങൾ കൂട്ടിച്ചേർത്ത് നിർമ്മിച്ച വലിയ നന്ദിദേവൻ മണ്ഡപം ഇവിടുത്തെ പ്രത്യേകതയാണ്. 22 അടി നീളവും 17 അടി ഉയരവുമുണ്ട് ഇതിന്. കൂടാതെ അഷ്ടലക്ഷ്മി, സുബ്രഹ്മണ്യൻ, നടരാജൻ, സന്താന ഗണപതി, പെരുമാൾ, ഹനുമാൻ സ്വാമി തുടങ്ങി മറ്റ് ദേവതാ സാന്നിധ്യവും ഇവിടെയുണ്ട്. വിവാഹബന്ധത്തിൻ്റെ ഐശ്വര്യത്തിനായി ദമ്പതികൾ ഒരുമിച്ച് ഇവിടുത്തെ പുണ്യസ്നാനം മുതൽ മറ്റ് ചടങ്ങുകളിൽ പങ്കെടുക്കുക വളരെ നല്ലതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്ര ദർശനത്തിന് മുമ്പായി പവിത്രമായി കരുതുന്ന അഗ്നിതീർത്ഥത്തിൽ കുളിച്ച് ശുദ്ധമാവണം. ശാന്തമായ സമുദ്രമാണ് ഇത്. എല്ലാറ്റിനെയും ശുദ്ധമാക്കാൻ കഴിയുന്ന പഞ്ചഭൂതങ്ങളിലെ ഒന്നായ അഗ്നിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. രാവണ നിഗ്രഹത്തിന് ശേഷം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അഗ്നിതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞു എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. നമ്മുടെ പൂർവികർക്ക് ബലികർമ്മങ്ങൾ ചെയ്യാൻ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നിർദ്ദേശിച്ച പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് രാമേശ്വരം. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന തീർത്ഥാടകർ അവരുടെ പൂർവികരുടെ സായുജ്യത്തിനായി ഇവിടെ ബലിതർപ്പണം ചെയ്യുക പതിവാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് പുണ്യതീർത്ഥ സ്നാനം. ഹൈന്ദവ വിശ്വാസപ്രകാരം തൻ്റെ പിൻഗാമികളായ 9 തലമുറയുമായി ഒരാൾക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് കരുതുന്നു. ആധുനിക ശാസ്ത്രവും ഇതിന് അടിവരയിടുന്നുണ്ട്. 1953 ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് എന്നിവർ ചേർന്ന് കണ്ടെത്തിയ DNA പ്രകാരം നമുക്ക് മുമ്പുള്ള കൂടുതൽ തലമുറയുടെ ക്രോമോസോമുകൾ ഓരോ വ്യക്തിയിലുമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചെയ്ത പുണ്യപാപങ്ങളുടെ ഫലം ഓരോ വ്യക്തിയും അനുഭവിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെയുള്ള പാപങ്ങളെ കഴുകി പുണ്യം നേടി സർവ്വവിധത്തിലുള്ള ഐശ്വര്യവും സിദ്ധിക്കുമെന്നാണ് ഹൈന്ദവർക്കിടയിലുള്ള വിശ്വാസം.
22 തീർത്ത കിണറുകളാണ് ഇവിടെയുള്ളത്. ധാരാളം മഹാത്മാക്കൾ ഇവിടെ സ്നാനം ചെയ്തിട്ടുണ്ടെന്നും കംസ നിഗ്രഹത്തിന് ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണനും ഇവിടെ പുണ്യസ്നാനം നടത്തിയിട്ടുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. മഹാലക്ഷ്മി തീർത്ഥം, ഗന്ധമാദന തീർത്ഥം, കവാടച്ച തീർത്ഥം, ഗവായ തീർത്ഥം, നീലതീർത്ഥം, നളതീർത്ഥം, സേതുമാധവ തീർത്ഥം, ഗവാക്ഷ തീർത്ഥം, സാവിത്രി തീർത്ഥം, ഗായത്രി തീർത്ഥം, സരസ്വതി തീർത്ഥം, ശംഖ് തീർത്ഥം, സക്കാര തീർത്ഥം, സൂര്യതീർത്ഥം, ചന്ദ്രതീർത്ഥം, സത്യാമൃത തീർത്ഥം, ശിവതീർത്ഥം, സർവതീർത്ഥം, ഗയതീർത്ഥം, യമുന തീർത്ഥം, ഗംഗാ തീർത്ഥം, കോടിതീർത്ഥം എന്നിവയാണ് ഈ 22 പുണ്യ തീർത്ഥ കിണറുകൾ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പായി രാമേശ്വരത്ത് ദർശനം നടത്തിയിരുന്നു. രാമായണവുമായി ബന്ധപ്പെട്ട സ്ഥലമായതിനാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പാദസ്പർശമേറ്റ ധാരാളം പുണ്യസ്ഥലങ്ങൾ ഇവിടെ വേറെയുമുണ്ട്. രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്നും അല്പം സഞ്ചരിച്ചാൽ കോദണ്ഡരാമസ്വാമി ക്ഷേത്രത്തിലെത്താം. രാവണനെ നിഗ്രഹിച്ച ശേഷം രാവണൻ്റെ അനുജനായ വിഭീഷണനെ ലങ്കയുടെ രാജാവായി ശ്രീരാമൻ പട്ടാഭിഷേകം നടത്തിയത് ഇവിടെ വെച്ചാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിഭീഷണന് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുണ്ട്. മറ്റൊരു ക്ഷേത്രമാണ് ഉപ്പൂർ വിനായക ക്ഷേത്രം. ഉത്തരായണത്തിലും ദക്ഷിണായനത്തിലും ശ്രീകോവിലിൽ 2 ഭാഗങ്ങളിൽ നിന്നായി സൂര്യകിരണങ്ങൾ പതിക്കുന്നു എന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. കൂടാതെ ദർഭയിൽ വിശ്രമിക്കുന്ന ശ്രീരാമചന്ദ്രനുള്ള തിരുപ്പിലാനി ക്ഷേത്രം. നമ്മുടെ രാഷ്ട്രത്തിന് ധാരാളം അതുല്യ സംഭാവനകൾ നൽകിയ പ്രമുഖ വ്യക്തിയും നമ്മുടെ 11ാമത്തെ രാഷ്ട്രപതിയും ISRO ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേരിലുള്ള നാഷണൽ മെമ്മോറിയൽ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ്. ശ്രീ കലാമിൻ്റെ ജന്മദേശം രാമേശ്വരമാണ്. രാമേശ്വരം ദ്വീപിനെ ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലമായ ഇത് 1914 തീവണ്ടി യാത്രക്കായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. 143 തൂണുകളിലായി 2065 മീറ്റർ, അതായത് 2 കിലോമീറ്ററിലധികം നീളമുണ്ടായിരുന്നു ഈ പാലത്തിന്. 70 ലക്ഷം രൂപയാണ് അന്ന് ഇതിന് ചെലവ് വന്നതായി കണക്കാക്കപ്പെടുന്നത്. കപ്പലുകൾ വരുമ്പോൾ പാലത്തിൻ്റെ 2 ഭാഗങ്ങൾ ഉയർന്ന് അതിന് പോകാൻ സൗകര്യം ഒരുക്കുന്ന സാങ്കേതിക വിദ്യ പാലത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. 2010 ബാന്ദ്ര വോർലി പാലം തുറക്കുന്നതുവരെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം പാമ്പൻ പാലമായിരുന്നു. എന്നാൽ 1964 അവിടെയുണ്ടായ ചുഴലിക്കൊടുങ്കാറ്റിലും പ്രകൃതിക്ഷോഭത്തിലും ഈ പാലം തകരുകയും പാലത്തിൻ്റെ പാളത്തിലൂടെ ഓടിക്കൊണ്ടിരുന്ന 683 നമ്പർ പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ കടലിൽ ഒലിച്ചു പോവുകയും ചെയ്തു. അതിലുണ്ടായിരുന്ന യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 115ഓളം പേർ മരണപ്പെടുകയും ചെയ്തു. പാലം പുതുക്കി പണിയുകയെന്ന ശ്രമകരമായ ദൗത്യം നമ്മുടെ മെട്രോമാനായ ശ്രീധരൻ സാറിനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വെറും 40 ദിവസം കൊണ്ട് പാലം ഗതാഗത യോഗ്യമാക്കിക്കൊണ്ട് അവരുടെ കർമ്മശേഷി പ്രകടമാക്കി. 1988 മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാനും മറ്റു യാത്രകൾക്കുമായി റോഡ് സൗകര്യം ഒരുക്കിക്കൊണ്ട് മറ്റൊരു പുതിയ പാലം തുറക്കുകയുണ്ടായി. സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്ന് 2022 ഡിസംബർ 23 ഈ പാളത്തിലൂടെയുള്ള തീവണ്ടി ഗതാഗതം നിർത്തലാക്കി. പഴയ പാലത്തിന് സമാന്തരമായി 535 കോടി രൂപ ചെലവിൽ മറ്റൊരു പാലം റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് 2019 ഈ പാലത്തിന് തറക്കല്ലിട്ടത്. കപ്പലുകൾക്കും മറ്റും കടന്നുപോകാൻ പാലത്തിൻ്റെ 72 മീറ്റർ നീളമുള്ള ഭാഗം ലംബമായി ഉയരുന്ന വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ബ്രിഡ്ജാണിത്. സെൻസർ സംവിധാനവും ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ എൻജിനീയറിംഗ് വിസ്മയമാണ് ഈ പാലം. കേരളത്തിൽ നിന്നുള്ള അമൃത എക്സ്പ്രസ് ഉൾപ്പെടെ ധാരാളം ട്രെയിനുകൾ ഈ പാലത്തിലൂടെ ഇനി ചൂളം വിളിച്ചുകൊണ്ട് പായും. അങ്ങനെ നീലക്കടലിന് മുകളിലൂടെയുള്ള യാത്രയിലൂടെ അതിൻ്റെ മനോഹാരിത നമുക്ക് വീണ്ടും ആസ്വദിക്കാം.
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ വളരെ ചരിത്രപരമായ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു പ്രദേശമാണ് ധനുഷ്കോടി. പുരാണത്തിലും പുകൾപ്പെട്ട നാട്. ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാക് കടലിടുക്ക്. അങ്ങ് കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രം. പവിഴ പുറ്റുകളാലും വ്യത്യസ്ത കടൽ ജീവികളാലും സമൃദ്ധം. സീതാദേവിയെ വീണ്ടെടുക്കുന്നതിനായി വാനര സൈന്യത്തിൻ്റെ സഹായത്താലെ ശ്രീരാമൻ ലങ്കയിലേക്ക് പണിത പാലമായ രാമസേതു ഇവിടെയാണ് സ്ഥിതി ചെയ്തത്. ഇവിടെ നിന്നും കേവലം 30 കിലോമീറ്റർ കടൽ മാർഗം സഞ്ചരിച്ചാൽ ശ്രീലങ്കയിലെ തലൈമന്നാറിലെത്താം. ഇന്ന് പ്രേത നഗരമെന്ന പേരിലാണ് ധനുഷ്കോടി അറിയപ്പെടുന്നത്. മുമ്പ് ധാരാളം ജനങ്ങൾ ഇവിടെ അധിവസിച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷൻ, സ്കൂളുകൾ, പോസ്റ്റ് ഓഫീസ്, ആശുപത്രി, മാർക്കറ്റുകൾ, ചർച്ച്, അമ്പലം, ബുദ്ധ സന്യാസ ധർമ്മശാലകൾ എന്നിവയും മത്സ്യബന്ധനത്തിനും മറ്റുമായി വലിയ തുറമുഖവുമുണ്ടായിരുന്നു ഇവിടെ. കടലിൻ്റെ അരികിലെ കിണറുകളിൽ അതിലെ ജലത്തിന് ഉപ്പുരസമില്ല എന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. 1964 ഡിസംബർ മാസത്തിൽ ശ്രീലങ്കയെ കനത്ത നാശനഷ്ടത്തിലാഴ്ത്തിയ ചുഴലിക്കൊടുങ്കാറ്റും പ്രകൃതിക്ഷോഭവും ഉണ്ടായി. പിന്നീട് ഈ ചുഴലിക്കൊടുങ്കാറ്റ് ഇന്ത്യൻ തീരത്തും ആഞ്ഞുവീശി. അങ്ങനെ ധനുഷ്കോടിയിലെ കടലും സംഹാരതാണ്ഡവമാടി. അങ്ങനെ 1964 ഡിസംബർ 23 ആ രാത്രിയിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും മറ്റ് സ്ഥാപനങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാവുകയും ചെയ്ത ആ മഹാദുരന്തം ധനുഷ്കോടിയിൽ സംഭവിച്ചു. ജനവാസയോഗ്യമല്ല എന്ന തമിഴ്നാട് സർക്കാരിൻ്റെ തീരുമാനത്തോടെ ഈ മിനി സിംഗപ്പൂർ ദുരന്ത ശേഷിപ്പുമായി ഇന്ന് നിലനിൽക്കുന്നു. ഇന്ന് ഇവിടെ കാണാൻ കഴിയുന്നത് ചെറുവിദ്യാലയം മാത്രം. വലിയ മാർക്കറ്റിൻ്റെ സ്ഥാനത്ത് മുത്തും പവിഴവും ചേർത്തുള്ള മാലകളും ശംഖും വിറ്റ് ജീവിക്കുന്ന ചെറു സംഘങ്ങൾ മാത്രം. തങ്ങൾ നെയ്ത സ്വപ്നങ്ങൾ ബാക്കിയാക്കി പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ ജീവൻ പൊലിഞ്ഞ ആയിരങ്ങൾക്ക് ഹൃദയത്തിൽ തൊട്ട് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇന്ത്യ വൻകരയുടെ തന്ത്രപ്രധാനമായ ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ധനുഷ്കോടിയിലെ അശോക സ്തംഭത്തിന് മുന്നിൽ നിന്നും ഈ വിവരണത്തിന് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം.